ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഉണ്ട കാണിച്ചു തരാനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കത് ഉണ്ടാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് ടിഫിനായിട്ടും വൈകുന്നേരം ഈവനിങ്ങിൽ ക്ലാസ്സിൽ നിന്ന് വരുമ്പോഴൊക്കെ ഒരു കട്ടൻ ചായനെ കൂടിയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടയാണ്. അത് അവലും ശർക്കരയും തേങ്ങയും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാം അവൽ എടുത്തിട്ടുണ്ട്, 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, ഒരു 50 ഗ്രാം കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അവലൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്കത് ഓഫാക്കി വെക്കാം. നമ്മളിങ്ങനെ കൈവച്ചിങ്ങനെ നമ്മൾ പൊടിച്ചു നോക്കൂലേ, അപ്പോൾ നന്നായിട്ട് ക്രിസ്പി പോലെ പൊടിഞ്ഞ് കിട്ടും. അതാണ് ശരിക്കും അതായത് ഫ്രൈ ആയെന്ന് മനസ്സിലാക്കുന്ന ഒരു പാകം. അതാ നോക്കി ഞാൻ എടുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. കാണുമ്പോൾ അവൽ ഒരുപാടുള്ളെന്ന് തോന്നിയാലും നമ്മളത് പൊടിച്ച് എടുക്കുമ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഒരു 300 ഗ്രാമൊക്കെ എടുത്താൽ തന്നെ നമുക്കൊരു 10-15 ഉണ്ട നല്ല ആവശ്യമുള്ള വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതാ 2 പ്രാവശ്യമായിട്ട് അവലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നോക്കി ഇതേപോലെ പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഉണ്ടല്ലോ, അതും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കശുവണ്ടി എടുത്തില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കപ്പലണ്ടി ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എന്താണുള്ളത് അത് നമുക്ക് ഉപയോഗിക്കാം. നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആ ശർക്കര പൊടിയും നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അത് രണ്ടും കൂടിയിട്ട് കൂടെ ആ വറുത്ത കശുവണ്ടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ട് ഇതാ നോക്കി നല്ലൊരു മയം കിട്ടും. കാരണം അതായത് ശർക്കരയുടെ ആ ഒരു നീരും തേങ്ങയും കൂടി അരയ്ക്കുമ്പോൾ നല്ലൊരു നമുക്ക് ആ അവലിൻ്റെ പൊടി നനക്കാനുള്ള ഒരു പാകത്തിനായിട്ട് തന്നെ നമുക്ക് നനവ് കിട്ടും. അതേപോലെ കുറച്ചായിട്ട് അവലിൻ്റെ പൊടിയിട്ട് കുറച്ച് ശർക്കരയും തേങ്ങയുടെയും ആ മിക്സറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ആ അവൽ പൊടി നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ല് കിട്ടാനും ഏലക്കാപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ നോക്കി ഇതേപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ അവലിൻ്റെ പൊടി നന്നായിട്ട് ആ ശർക്കര നീരും ആ തേങ്ങ ആ മിക്സും കൂടി വരുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. എന്താ നോക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാകത്തിലേക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. പണ്ട് കാലത്തുള്ള അമ്മൂമ്മമാരൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഈസി ആയിട്ടുള്ള പലഹാരമാണ് അരിയുണ്ട, അവലുണ്ട, അങ്ങനെയുള്ളതൊക്കെ. വളരെ ഹെൽത്തി ആയിട്ടും നമുക്ക് കഴിക്കാം. ഇതൊക്കെ നമ്മുടെ പഴയ കാലത്തെ 4 മണി പലഹാരമായൊക്കെ ഉപയോഗിക്കുന്ന പലഹാരങ്ങളൊക്കെയാണ്. നല്ല ചൂട് കട്ടൻ ചായ, മധുരമില്ലാത്ത ആ കട്ടൻ ചായനെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പഴയകാല ഓർമ്മകളൊക്കെ വരുവാൻ ഇതൊക്കെ നല്ല ഒരു മെമ്മറി തന്നെയാണ്. നമുക്കങ്ങനെ എല്ലാം ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്, കഴിക്കാനും നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് തരാൻ മറക്കല്ലേ. ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇനി പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനിയൊരു അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.